നാളികേര അധിഷ്ഠിത സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാളികേര വികസന ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ നാളികേരത്തിൽ നിന്ന് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ആ മൂല്യവർദ്ധനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാല്യൂ അഡീഷൻ അല്ലെ. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അതിന്റെ റോ മെറ്റീരിയലിൽ കൂടുതൽ ഗുണങ്ങൾ ഉൾപ്പെടുത്തി അതിനെ കൂടുതൽ രുചികരവും സൗകര്യപ്രദവുമായ ഒരു പ്രോഡക്റ്റാക്കി മാറ്റുക. അതാണ് മൂല്യവർദ്ധനവ് അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് നമുക്ക് കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ സൗകര്യപ്രദം എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഉദാഹരണത്തിന് നാളികേരം തന്നെ എടുക്കാം. നമുക്ക് തേങ്ങ ചിരകിയത് മലയാളികളുടെ നാളികേരം എന്ന് പറയുന്ന മലയാളികളുടെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അതായത് നമുക്കറിയാം തേങ്ങ ചിരകിയത്, തേങ്ങ പാല്, ഇതൊക്കെ തന്നെ നമ്മൾ മിക്കവാറുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ തേങ്ങ ചിരകിയത് എങ്ങനെയാണ്? നമുക്കിപ്പോൾ തേങ്ങ പൊരിക്കണം, ചിരട്ട പൊട്ടിക്കണം, ചിരകി എടുക്കണം, അങ്ങനെ കുറച്ച് സമയമെടുക്കും. അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ഉൽപ്പന്നം മാറ്റാനായിട്ട് നമുക്ക് തേങ്ങ ചിരകി അതിനെ പാക്ക് ചെയ്ത് ഫ്രോസൺ ആയിട്ട് സ്റ്റോർ ചെയ്യാതെ അങ്ങനെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഫ്രോസൺ ഗ്രേറ്റ് കോക്കനട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രോസൺ സ്ലൈസ്ഡ് കോക്കനട്ട്. അപ്പോൾ ഇങ്ങനെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേങ്ങ ചിരകിയ തേങ്ങ ഡ്രയറിന്റെ സഹായത്തോടെ ഉണക്കി അതിനെ 1 വർഷം വരെ കേടാകാതെ സൂക്ഷിക്കുന്ന തരത്തിൽ നമ്മൾ പാക്ക് ചെയ്ത് അതിനെ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. അതിനെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറയും. തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ തേങ്ങ പൊടിച്ചത് ഉണക്കി പാക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ആളുകൾക്കൊപ്പം എന്താ തേങ്ങ പൊടിക്കേണ്ട, പൊട്ടിക്കേണ്ട, അത് നേരിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമുക്ക് കറികളിൽ ചേർക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ആളുകൾക്ക് സമയമില്ല. കൂടുതലും സിറ്റികളിലൊക്കെ ആണെങ്കിലും ആളുകൾക്ക് അപ്പോൾ ഇങ്ങനെ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉൽപ്പന്നങ്ങൾ കിട്ടുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നാളികേരം വ്യവസായ ഓഫീസിന് വേണം പറഞ്ഞ പോലെ നാളികേരം നമുക്ക് സ്ഥിരം പ്രത്യയശാസ്ത്രമാണ്. വെളിച്ചെണ്ണ, കൊപ്ര അല്ലെ, അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണം. നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിലവിൽ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇതിനൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവിടെ നിന്ന് നമ്മുടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക വരെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ അത് ചെയ്യുന്നില്ല, കുറവാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ലിസ്റ്റിൽ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നാളികേരം കൃഷി നടത്തുന്നതിന്റെ ഒരു കണക്കാണ് കാണിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആഗോളപരമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാളികേര ഉത്പാദനം നടക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ 2ാം സ്ഥാനം ഫിലിപ്പീൻസ്, 3ാം സ്ഥാനം ഇന്തോനേഷ്യ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടകയാണ് ഇപ്പോൾ ടോപ്പില്. പിന്നെ ആന്ധ്ര, നേരത്തെ കേരളമായിരുന്നു, പക്ഷെ കേരളം ഇപ്പോൾ താഴോട്ട് വരികയാണ്. കൃഷി കർണാടകയും തമിഴ്നാടും ഒക്കെയാണ്. ഇപ്പൊ 2ാം സ്ഥാനം കേരളത്തിലുണ്ട്, പക്ഷെ കേരളമായിരുന്നു ടോപ്പില്. ഇപ്പോൾ നമ്മൾ കുറച്ച് പുറകിലേക്ക് വരികയാണ്. മറ്റ്